ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് റിപ്പോർട്ടർ ടിവിയുടെ ഒപ്പം ചേരുകയാണ്. നമുക്ക് ടൂറിസം വലിയ പ്രാധാന്യമുള്ള മേഖലയാണ്. പക്ഷേ ഈ ഇടുക്കിയിലൊക്കെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 9ഓളം ആക്രമണങ്ങളാണ് ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ ഉണ്ടായത്. അപ്പോൾ സർക്കാർ അത് ഗൗരവത്തോടെ കാണില്ലേ? കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല പ്രഖ്യാപനങ്ങളും അതിനെതിരെ ഉണ്ടായി. പക്ഷേ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അല്ല, അതിനകത്ത് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. നമ്മൾ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ടൊരു അന്തരീക്ഷം അവിടെ ടൂറിസ്റ്റുകൾക്കെല്ലാം നിർഭയമായി വരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിന് അടുത്ത ദിവസം തന്നെ അധികം വൈകാതെ അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എല്ലാം കൂടി ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സമൂഹം, ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടാകും. ട്രേഡ് യൂണിയൻ മേഖലയിലുള്ള നേതാക്കന്മാർ, എല്ലാവരെയും, ജനപ്രതിനിധികൾ, MP, MLA തുടങ്ങിയ ജനപ്രതിനിധികൾ എല്ലാവരെയും കൂടി ചേർത്ത് ഒരു യോഗം വിളിച്ചു ചേർത്ത് ഈ കാര്യത്തിൽ ഒരു ഡീറ്റെയിൽഡായ ഡിസ്കഷൻ നടത്തുകയും വളരെ നല്ലൊരു അന്തരീക്ഷം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസുകളിൽ ഒന്നായ മൂന്നാറിൽ സഞ്ചാരികൾക്ക് അവിടെ എത്താൻ കഴിയുന്ന, കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ടൂറിസം പോലീസൊക്കെ വേണമെന്ന് പറയപ്പെടുന്നു. അതൊക്കെ അങ്ങനെയൊക്കെ പരിഗണന മീറ്റിംഗിൽ എന്താണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് അവിടെ സുഖമായി വിനോദസഞ്ചാരികൾക്ക് എത്താൻ പറ്റുന്ന ഒരു അവസരം ഈ സർക്കാർ വരും. എല്ലാവരും, നാട്ടുകാരെ എല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് നമ്മളത് ചെയ്യും. എന്തായാലും കൃത്യമായി എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക്, വിനോദസഞ്ചാരികൾക്ക് എത്താൻ പറ്റുന്ന ഒരു അവസരം ഒരുക്കും. അതുമായി ബന്ധപ്പെട്ട് യോഗം ഉൾപ്പെടെ വിളിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, റിപ്പോർട്ടർ കൊല്ലം.